ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡിസംബർ മാസം 3-ാം തീയതി മറ്റൊരു പുതിയ ദിനം, പുതിയ വചനം നാം പഠിക്കുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം സങ്കീർത്തനം 56:8 അവിടുന്ന് എൻ്റെ എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എത്ര സുന്ദരം! നമ്മെ തീർച്ചയായിട്ടും കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, തീർച്ച. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്ന വചനം സെക്കൻഡ് ബുക്ക് ഓഫ് ക്രോണിക്കിൾസ്, ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം. ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. 15-ാം വചനം നാം പഠിച്ചതാണ്. സെക്കൻഡ് ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 7 വേഴ്സ് 14. അതിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. ഇറ്റ്സ് എ കണ്ടീഷണൽ ക്ലോസ്. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഓ, എത്ര സുന്ദരം അല്ലേ! സ്വർഗത്തിൽ നിന്ന്, അതായത് നാം തങ്ങളെ തന്നെ നമ്മെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും നമ്മുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, അവിടുന്ന് നമ്മുടെ ദേശം സമ്പുഷ്ടമാക്കും, നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നാം നിൽക്കുന്നത് പോലും പാപാവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയണം. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത്, ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നാം പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ്, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് എളിമപ്പെടുത്തി നാം പ്രാർത്ഥിക്കണം. പറയുകയാണ്, if my people who are called by my name humble themselves, pray, seek my face and turn from their wicked ways, then I will hear from heaven and will forgive their sin and heal their land. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മെ തന്നെ എളിമപ്പെടുത്തിയാൽ, നമ്മുടെ പാപങ്ങളിൽ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, He will forgive our sins and bless us abundantly. നമ്മുടെ ദേശം, നമ്മുടെ ഭവനം, നാം ആയിരിക്കുന്ന ഇടങ്ങൾ, നാം കാലുകുത്തുന്ന ഇടം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, വിശ്വാസം അർപ്പിക്കാം. നല്ലൊരു ദിവസം, നല്ല ഒരു സമയങ്ങൾ, ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും നല്ല സമ്പുഷ്ടമായ സമയങ്ങളാക്കി മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.